താത്താവരാധത്തിന് ശേഷം വന്ന ശങ്കരാവരാധമാണ് ഗെയിം ചേഞ്ചർ. 450 കോടി ബഡ്ജറ്റിൽ 200 കോടി പോലും കളക്ട് ചെയ്യാത്ത ഒരു ബോക്സ് ഓഫീസ് ബോംബാണ്. പടം തുടങ്ങുന്നത് തന്നെ ആന്ധ്ര CM രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന് ബോധം പോയി ആശുപത്രിയിലാകുന്നത് കാണിച്ചിട്ടാണ്. അങ്ങനെ ആശുപത്രിയിൽ കിടക്കുന്ന മിനിസ്റ്ററിനെ തെക്കോട്ടെടുക്കുന്നതിന് മുൻപ് മക്കളായ SJ സൂര്യ ആൻഡ് ജയറാമേട്ടൻ മിനിസ്റ്റർ പോസ്റ്റിന് വേണ്ടി തർക്കിക്കുകയാണ് സുഹൃത്തുക്കളെ. മൂത്തയാളുടെ കൈ കൊടുക്കുന്നത് പിന്തോന്നൂല, പദവിയാ. പാർട്ടി സപ്പോർട്ട് പോലെ എനിക്കാ ഉള്ളത്. സപ്പോർട്ടും പുണ്ണാക്കൊക്കെ നിനക്കായിരിക്കും. അവകാശം വെച്ച് എങ്ങനെ നോക്കിയാലും പാർട്ടിയിലെ സീനിയർ ഞാൻ. അങ്ങനെ ഒരു രീതിയിലും തർക്കം കോംപ്രമൈസ് ആവാത്ത സാഹചര്യത്തിൽ ഒന്ന് തെക്കോട്ടെടുത്തോട്ടെ വർമ്മ സാറേ, എന്നിട്ട് പോരെ തർക്കം എന്ന് ചോദിക്കണമെന്ന് വിചാരിക്കുമ്പോഴാണ് നായകൻ രാമേട്ടന്റെ എൻട്രി. എൻട്രി ഒക്കെ കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചു കണ്ടം ക്രിക്കറ്റ് പങ്കെടുക്കാൻ ട്രെയിൻ പിടിച്ച് വന്നതാണെന്ന്. പിന്നെയാണ് മനസ്സിലാക്കിയത് രാംരാജിന്റെ പരസ്യമാണെന്ന്. IAS കിട്ടാൻ വേണ്ടി പഠിച്ച് 6 മാർക്ക് കുറഞ്ഞത് കൊണ്ട് മാത്രം IPS കിട്ടിയ നമ്മുടെ ഹതാഫാകനായ രാമേട്ടൻ പിന്നെയും IAS നേടി നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ഗുണ്ടകൾ ആക്രമിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയോട് അസാധ്യമായ സ്നേഹമുള്ള രാമേട്ടൻ ആദ്യം ട്രെയിനിനെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ ആന്ധ്രപ്പക്കലേ സർ എന്നൊരു ഗുണ്ട പറഞ്ഞതിനാൽ ആ ഗുണ്ടയെ തനിക്ക് പകരം ആ ട്രെയിനിൽ കയറ്റി വിട്ടു. കുറച്ചു മുന്നേ വന്ന ട്രെയിനിനെ പറഞ്ഞു വിട്ടത് കൊണ്ട് തിരിച്ചു പോകാൻ എന്താ വഴി എന്ന് ആലോചിച്ച രാമേട്ടന്റെ പെട്ടെന്ന് തലയിൽ ബൾബ് കത്തിയപ്പോൾ ആ ഗുണ്ടയുടെ ചേട്ടൻ വന്ന് ഹെലികോപ്റ്ററെ എടുത്ത് പോകുന്ന വഴി കുറച്ച് പരിപാടികൾ കാണിക്കുന്നു. എന്റെ പൊന്നോ, പെറ്റ തള്ള സഹിക്കും. അങ്ങനെ അപരാധങ്ങളെല്ലാം ഒരു സൈഡിൽ നടക്കുമ്പോഴും കളക്ടർ ചാർജ് എടുക്കാൻ കളക്ടർ ഓഫീസിലേക്ക് പോകുമ്പോഴാണ് മറ്റൊരു കുരിശിനെ കാണുന്നത്. പടം കണ്ടപ്പോൾ എന്തിനാണ് ഈ വ്യക്തി സൈഡിലേക്ക് നടക്കുന്നത് എന്ന് പലരും ആലോചിച്ചിട്ടുണ്ടാവും. അയാൾ സൈഡിലോട്ട് നടക്കുന്നത് കണ്ട് കൂടെയുള്ള പെൺകുട്ടികൾ സൈറ്റ് അടയ്ക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് പേട്പെട്ടിയെ തല്ലിക്കൊല്ലും പോലെ പുള്ളിയെ തല്ലിക്കൊല്ലുമ്പോഴാണ് ഈ നഗ്നമായ സത്യം എല്ലാവരും മനസ്സിലാക്കുന്നത്. ഞാൻ ജനിച്ച സമയത്ത് എന്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് സൈഡിലൂടെ പുറത്ത് വന്ന് ഞാൻ മുട്ടിലെഴിഞ്ഞപ്പോ പോലും ഒരു സൈഡിലോട്ട് അഴിഞ്ഞോണ്ടിരുന്നേ. അതായത് അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചപ്പോഴേ സൈഡ് ചരിഞ്ഞ് ജനിച്ച ആളാണ് നമ്മുടെ സൈഡ് സത്യം. അതുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ നടക്കുന്നത്. കറപ്ഷൻ ഫ്രീ സൊസൈറ്റി വേണമെന്ന് വാശിയുള്ള നമ്മുടെ നായകൻ രാമേട്ടൻ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും കൊണ്ട് അരിഗോഡണിൽ പോയിട്ട് എലിപ്പെട്ടി വയ്ക്കാത്തത് കൊണ്ട് കറപ്ഷൻ നടക്കുന്നു എന്ന് കണ്ടുപിടിച്ച് ആ ഗോഡണിൽ സീലും വെച്ച് ആ ഗോഡണിൽ പെർമിറ്റ് കൊടുത്ത ഓഫീസറെ ആകാശത്തേക്ക് പറപ്പിച്ചു വിടും. അത് കഴിഞ്ഞ് നേരെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോയി അവിടെ ഫയർ എഞ്ചിൻ കേറില്ല എന്ന് പറഞ്ഞ് ആ ഷോപ്പിംഗ് കോംപ്ലക്സ് തന്നെ മൊത്തമായി ബോംബ് വെച്ച് പൊട്ടിക്കും. ഡി ശങ്കർ സാർ എന്നടാ പണി വെച്ചിരിക്കേ. ഇതെല്ലാം കഴിഞ്ഞ് വെള്ളത്ത് കല്യാണത്തിന് പങ്കെടുക്കാൻ പോകുമ്പോഴാണ് രാമേട്ടൻ തന്റെ കൊലകൊള്ളി ഫ്ലാഷ് ബാക്ക് പറയുന്നത്. ഫ്ലാഷ് ബാക്കിൽ കോളേജ് സ്റ്റുഡന്റ് ആയിരുന്ന രാമേട്ടൻ ആ കോളേജിലെ തന്നെ കഞ്ചാവ് സപ്ലൈ ചെയ്ത ഗുണ്ടകളെ ഇടിച്ചു പരത്തുന്നത് കണ്ട് നായികയ്ക്ക് ഒരു ക്രഷ് അടിക്കും. പക്ഷേ രാമേട്ടന് ദേഷ്യം കൂടുതലാണെന്ന് കണ്ടുപിടിക്കുന്ന നമ്മുടെ നായിക കൈറ് അദ്വാനി ഒരു ഐഡിയ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യും. അതായത് ദേഷ്യം വന്നോ ദൊപ്പെന്ന് പറയണം. സോ ഉടനെ ഞാൻ എന്റെ ദേഷ്യം മുഴുവൻ ദൊപ്പെന്ന് താഴെയിടും. നീ ഇത് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ നായകൻ കാണിച്ചു കൂട്ടുന്നത് ദേഷ്യം വരുമ്പോഴുള്ള കോപ്രായങ്ങളാണ് സുഹൃത്തുക്കളെ. മയിലാട്ടോ പാത്രിക പുലിയാട്ടോ പാത്രിക ഇതെന്നാട്ടോ? ഇത് മാർഗം കളി. മാർഗം കളിയാ? ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ, മാർഗം കളി. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ട് നായകന്റെ ദേഷ്യം കുറയാത്തത് കണ്ട നായിക അവനോട് IAS പഠിച്ചെഴുതാൻ പറഞ്ഞ് ദേഷ്യം മുഴുവൻ നാട്ടുകാരോട് തീർക്കാൻ പറയും. അങ്ങനെ അവൻ IAS പഠിച്ചെഴുതും. പക്ഷേ മാർക്ക് കുറവായത് കൊണ്ട് IPS കിട്ടുന്നത് കൊണ്ട് മാത്രം ആ നായിക അവനെ വേണ്ട എന്ന് വയ്ക്കും. നീ വിഷമിക്കാൻ, എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല, എനിക്കൊരു വിഷമമില്ല. അങ്ങനെ കളക്ടറായി ചേർജ് എടുത്ത് ഒരു സോങ് ഒക്കെ കഴിഞ്ഞ് മന്ത്രിയുടെ മകനായ SJ സൂര്യയും രാമേട്ടനും തമ്മിൽ ഇടയ്ക്കിടെ കൊമ്പ് കോർക്കും. അങ്ങനെ കൊമ്പ് കോർത്ത് കഴിഞ്ഞ് നിന്നെ ഞാൻ കാണിച്ചു തരാമെടാ എന്ന് പറഞ്ഞ് കൈറേനെ കാണാൻ പോകുമ്പോഴാണ് അവിടത്തെ അഞ്ജലി അമ്മൂമ്മയെ കാണിച്ചു തരിക. അങ്ങനെ ഇരിക്കെ അഞ്ജലി അമ്മൂമ്മ CM-നെ കാണണം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോയപ്പോൾ അവിടെ നടന്ന ഒരു ബഹളത്തിൽ രാമേട്ടൻ SJ സൂര്യയുടെ കരണം അടിച്ചു പൊളിച്ചു. അങ്ങനെ കരണം അടിച്ച് പൊളിക്കുന്നത് കണ്ട മിനിസ്റ്റർ തല കറങ്ങി വീഴും. അടുത്ത സീനിൽ ആശുപത്രിയിലെ CM-നെ SJ സൂര്യ കൊന്നിട്ട് അടുത്ത CM നാന്ത എന്ന് പറയുമ്പോൾ അണികൾ പഞ്ഞി വാരി എറിഞ്ഞ് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ആ പഞ്ഞി വാരി എറിയൽ സപ്പോർട്ടിന് ശേഷം രാമേട്ടനെ കൊല്ലാൻ SJ സൂര്യ പ്ലാൻ ഇടും. അങ്ങനെ പോലീസുകാർ SJ സൂര്യയുടെ വാക്കും കേട്ട് രാമേട്ടനെ തല്ലിക്കൊല്ലാൻ നോക്കും. അപ്പോഴാണ് മറ്റൊരു മ്യാരക ട്വിസ്റ്റ്. മരിക്കുന്നതിന് മുൻപ് നമ്മുടെ CM അടുത്ത CM രാമേട്ടനാകണം എന്ന് പറഞ്ഞ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടാണ് മരിച്ചത്. അങ്ങനെ IPS പിന്നെ IAS ഓഫീസറായ രാമേട്ടൻ CM കൂടിയാകുന്നു. ഇത്രയുമാണ് ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് തുടങ്ങുന്ന
തുടങ്ങുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് സീക്വൻസിലൂടെയാണ്. ആ ഫ്ലാഷ് ബാക്ക് സീക്വൻസിൽ ഡാൻസുമായി നിൽക്കുന്ന നമ്മുടെ അഞ്ജലി അമ്മൂമ്മ യങ് വേർഷനെ കാണിക്കുന്നുണ്ട്. ഈ രാമേട്ടന്റെ അമ്മയാണ് അത്രേ അഞ്ജലി, അച്ഛൻ അപ്പണ്ണ, അതും പുള്ളി തന്നെ. ഡബിൾ. പണ്ട് നാട്ടുകാരെ സഹായിച്ച് പുള്ളി ഒരു പാർട്ടി തുടങ്ങിയിരുന്നു. പക്ഷേ ആൾക്ക് വിക്കുള്ളത് കൊണ്ട് സംസാരിക്കാൻ വേണ്ടി മൂപ്പർ ഒരാളെ ഏർപ്പാടാക്കി. പക്ഷേ പാർട്ടി മുന്നോട്ട് പോയി വലുതായപ്പോൾ അപ്പണ്ണയെ ചതിച്ചു കൊന്നിട്ട് അധികം പ്രായച്ചിട്ടമായിട്ടാണ് അപ്പണ്ണയുടെ മകനായ രാമേട്ടനെ CM ആക്കിയത്. CM ആയിട്ട് നമ്മുടെ രാമേട്ടൻ പദവി ഏറ്റെടുക്കുന്നതിന് മുന്നേ SJ സൂര്യ എന്തൊക്കെയോ കൊണയടിച്ച് അവസാനം പുള്ളി തന്നെ CM ആകും. അപ്പോഴതാ വരുന്നു മിയാരക കൊലകൊള്ളി ട്വിസ്റ്റ്. ഇതിൽ ട്വിസ്റ്റ് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നവരോട് ശങ്കർ സാറാണ് ട്വിസ്റ്റ് മുഖ്യം ബിഗിലേ എന്ന് എനിക്ക് പറയേണ്ടി വരും. ട്വിസ്റ്റായിട്ട് നമ്മുടെ രാമേട്ടൻ ഇലക്ഷൻ കമ്മീഷണറായി ചേർജ് എടുത്ത് ഉടനെ തന്നെ ഇലക്ഷൻ പ്രഖ്യാപിക്കും. ഭയങ്കരം തന്നെ അണ്ണാ. ഇലക്ഷൻ ഓഫീസേഴ്സിനെ എല്ലാം വില കൊടുത്ത് SJ സൂര്യ വാങ്ങിയപ്പോൾ അവരെ നമ്മുടെ രാമേട്ടൻ പട്ടം പറത്തി. പിന്നെ പല കളർ ബൾബുകൾ കത്തിച്ച് ശരീരത്തിൽ വെച്ച് കറപ്റ്റഡ് ഓഫീസേഴ്സിനെയും പറപ്പിക്കും. ഇതിനിടെ എനക്ക് വെട്ടറി മാട്ടം താ മുഖ്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ SJ സൂര്യ രാമേട്ടന്റെ അമ്മയുണ്ടാക്കിയ പാർട്ടിക്ക് വേണ്ടിയാണ് രാമേട്ടൻ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞ് പരാതി കൊടുക്കും. അങ്ങനെ അഞ്ജലിയെ വിളിച്ച് ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ തള്ളയ്ക്ക് പ്രാന്താണ് എന്ന് പറഞ്ഞ് രാമേട്ടൻ ആ തള്ളയെയും ഊക്കിവിടും. അങ്ങനെ DNA ടെസ്റ്റിന് വേണ്ടി ഒരു കോട്ടേജിൽ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്ന അഞ്ജലി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യും. അങ്ങനെ പടം ഏകദേശം തീരാറാവുമ്പോൾ SJ സൂര്യയുടെ ഗുണ്ടകളുടെ കയ്യിൽ വോട്ടിംഗ് മെഷീൻ കിട്ടണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ രാമേട്ടൻ ഡ്രോൺ പറപ്പിച്ച് എല്ലാ വോട്ടിംഗ് മെഷീനും കൈക്കലാക്കും. എന്നിട്ട് പിറ്റേ ദിവസം ആ കൗണ്ടിംഗ് സെന്ററിൽ നടന്നത് അടിയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ അടി പുരോഗമിക്കുമ്പോൾ വാങ്ങിയ ശീലമുള്ളൂ കൊടുത്ത ശീലമില്ല എന്ന് കുണയടിച്ച് നമ്മുടെ രാമേട്ടൻ എല്ലാ ഗുണ്ടകളെയും കൂടി മുനിസിപ്പാലിറ്റിയിലെ ചവറ് കോരും പോലെ കോരി ലോറിയിൽ കയറ്റിവിടും. യുദ്ധത്തിന്റെ അവസാനം SJനെ കൊല്ലാൻ പോകുമ്പോൾ അത് കണ്ടുനിന്ന കൈറ ഡൊപ്പ് ഒന്നുകൂടി ഇറക്കും. അങ്ങനെ ജയിലിൽ പോവാതെ നേരെ രാമേട്ടൻ CM ആകുന്നു. അതോടെ പണം തീരുന്നു. ശുഭം. 75 കോടിയാണ് പാട്ടുകളുടെ മുഴുവൻ ചെലവും എന്ന് തോന്നിക്കാത്ത രീതിയിലുള്ള മേക്കിംഗ് കൊണ്ട് പാട്ടും കൂടി എടുത്ത് കൊളാക്കി വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പ്രൊഡ്യൂസർ 75 കോടി ഉണ്ടായിരുന്നെങ്കിൽ എന്തോ ഒരു ഏത്തപ്പഴം വാങ്ങി പുഴുങ്ങി തിന്നായിരുന്നു.